ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ അടിത്തറയാണ് സുതാര്യവും നീതിയുക്തവുമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയ. ഈ പ്രക്രിയയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള എന്നാൽ ഏറ്റവും നിർണായകമായ കണ്ണികളാണ് ബൂത്ത് ലെവൽ ഓഫീസർമാർ അഥവാ BLOമാർ. സാധാരണയായി സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ഇവർ അധിക ചുമതല എന്ന നിലയിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഏറ്റവും ദുഷ്കരമായ ദൗത്യങ്ങൾ തോളിലേറ്റുന്നത്. ഏറ്റെടുക്കാൻ താൽപ്പര്യമുണ്ടായിട്ടല്ല, നിർബന്ധിതാവസ്ഥയിലാണ് ഗണ്യമായൊരു വിഭാഗം BLOമാർ ഈ ദൗത്യം സ്വയം ഏറ്റെടുക്കുന്നത്. ഏറ്റെടുക്കാൻ വിസമ്മതിച്ചാൽ സർക്കാർ ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട്. നിലവിൽ കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പുരോഗമിക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഒരു പറ്റം സർക്കാർ ജീവനക്കാരുടെ മരണമണിയായി മാറുകയാണോ? BLOമാർ അനുഭവിക്കുന്ന കടുത്ത ജോലി സമ്മർദ്ദവും മാനസിക പീഡനങ്ങളും വിവരണാതീതമാണ്. കണ്ണൂരിൽ BLO അനീസ് ജോർജ് ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ ആത്മഹത്യ ചെയ്ത സംഭവം ഇതിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നുണ്ട്. കണ്ണൂർ ഒറ്റപ്പെട്ട സംഭവമല്ല. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും സമാനമായ ആത്മഹത്യാ വാർത്തകൾ വന്നു കഴിഞ്ഞു. സാർ, കുറേ മനുഷ്യരുടെ ജീവനെടുത്ത് വേണോ ഈ തീവ്ര പരിഷ്കരണം? സ്വാഗതം അടിവരയിലേക്ക്. BLOമാരുടെ താങ്ങാനാവാത്ത ഈ സമ്മർദ്ദത്തിൻ്റെ ഭീകരമുഖമാണ് കണ്ണൂരിലെ അനീസ് ജോർജിൻ്റെ ആത്മഹത്യയിലൂടെ നാം കണ്ടത്. ഇതിലും ഭീകരമായ അവസ്ഥയാണ് പശ്ചിമ ബംഗാളിലേത്. അവിടെ ജോലി സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്ത BLOമാരുടെ എണ്ണം 28 മുഖ്യമന്ത്രി മമതാ ബാനർജി തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി. രാജസ്ഥാനിലെ ജയ്പൂരിലും സർക്കാർ സ്കൂൾ അധ്യാപകനായ ഒരു BLO ആത്മഹത്യ ചെയ്തു. രാജ്യമെമ്പാടുമുള്ള ആയിരക്കണക്കിന് BLOമാർ നിശബ്ദമായി അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ നേർപ്രതിഫലനങ്ങളാണ് ഇതെല്ലാം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. എത്ര വലിയ പ്രതിസന്ധിയുണ്ടായാലും ആത്മഹത്യയിൽ അഭയം തേടുന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. പരിഹരിക്കാനാവാത്ത ഒരു പ്രശ്നവുമില്ല നമ്മുടെ നാട്ടിൽ. പക്ഷേ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന മനുഷ്യർ സ്വയം തോറ്റുപോകുന്നു എന്ന് തോന്നുമ്പോഴാണ് മരണം ഏറ്റുവാങ്ങുന്നത്. അതിന് അവരെ മാത്രം കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അതിലേക്ക് അവരെ തള്ളിവിടുന്ന സംവിധാനങ്ങൾ കൂടി അതിന് ഉത്തരവാദികളാണ്. ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നതിലുപരി ഒരു BLO എന്ന നിലയിൽ അവർ നേരിടുന്ന വെല്ലുവിളികൾ ചില്ലറയല്ല. ഒരു BLOയുടെ പരിധിയിൽ സാധാരണയായി 600 മുതൽ 1500 വരെ വോട്ടർമാരുള്ള ബൂത്തുകൾ ഉണ്ടാവും. SIR നടപടിക്രമങ്ങളുടെ ഭാഗമായി ഓരോ വോട്ടറുടെയും വീടുകൾ കയറിയിറങ്ങി എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുകയും കൃത്യമായി പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങുകയും തുടർന്ന് വിവരങ്ങൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും വേണം. കണ്ണൂരിൽ ജീവനൊടുക്കിയ അനീസ് ജോർജിന് 417 വീടുകളിലായി 1149 ഫോമുകൾ വിതരണം ചെയ്യാനുണ്ടായിരുന്നു. ഇത്രയും വീടുകൾ ഒരു ഉദ്യോഗസ്ഥൻ ഒറ്റയ്ക്ക് കയറിയിറങ്ങി SIR നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടി വരുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. വെയിലും മഴയും കൊണ്ട് രാവിലെ മുതൽ 100 കണക്കിന് വീടുകൾ കയറിയിറങ്ങേണ്ടി വരുന്ന BLOമാരുടെ ദൈന്യത പല വാർത്തകളിലും നാം കണ്ടു. പലർക്കും ഊണും ഉറക്കവുമില്ല. ചില വീടുകളിൽ ഒന്നിലധികം തവണ കയറിയാൽ മാത്രമേ വോട്ടറെ ഒന്ന് നേരിൽ കണ്ടുകിട്ടൂ. ചിലർ ഗേറ്റ് ഒന്ന് തുറന്നു കിട്ടാൻ തന്നെ കുറേ നേരം കാത്തിരിക്കേണ്ടി വരും. ചിലരാണെങ്കിൽ വിരട്ടിയോടിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഫോം നൽകുമ്പോൾ ഉണ്ടാകുന്ന 100 കൂട്ടം ചോദ്യങ്ങളുണ്ട്. പൗരന്മാരുടെ ആശങ്കകളാണ് അതെല്ലാം. പക്ഷേ മറുപടി പറഞ്ഞ് വായയിൽ വെള്ളം പറ്റും BLOമാർക്ക്. സ്ത്രീകളാണ് BLOമാരിൽ നല്ലൊരു പങ്കും. പുരുഷന്മാർക്ക് പോലും ബാലികേറാമലയായ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടി വരുന്ന സ്ത്രീകളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? അവരിൽ പ്രായം കുറഞ്ഞവരും കൂടിയവരുമുണ്ട്. കാലുവെന്ത പട്ടിയെപ്പോലെ ഓടുകയാണ് എന്നാണ് കോഴിക്കോട്ടെ 60കാരിയായ ഒരു BLO കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. രാവിലെ വീട്ടിലെ സകല പണികളും ചെയ്തു കഴിഞ്ഞു വേണം സ്ത്രീ BLOമാരിൽ ഭൂരിഭാഗം പേർക്കും ഫീൽഡിലിറങ്ങാൻ. നാടുനീളെ നടന്നു കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയാൽ അടുക്കളപ്പണി കാത്തിരിക്കുന്നുണ്ടാകും. പലരും സുഖമായി ഒന്ന് ഉറങ്ങിയിട്ട് പോലും നാളുകളായെന്ന് പരിഭവം പറയുന്നു. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ പീഡനമെന്ന BLOമാരുടെ ചോദ്യം പക്ഷേ അധികാര കേന്ദ്രങ്ങളുടെ ചെവിക്കുറ്റിയിൽ പതിയുന്നില്ല. ഈ കഠിനമായ ജോലി തിരക്കിനിടയിൽ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തു നിന്നുള്ള ഭീഷണിയും സമ്മർദ്ദവും നേരിടേണ്ടി വരുന്നുണ്ട് BLOമാർക്ക്.
രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ കടുത്ത നിരീക്ഷണത്തിന് കീഴിലാണ് ഓരോ BLOയും ജോലി ചെയ്യുന്നത്. കണ്ണൂരിൽ ആത്മഹത്യ ചെയ്ത അനീഷ് കോൺഗ്രസ് CPM ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ സമ്മർദ്ദത്തിന് ഇരയായിരുന്നുവെന്ന വെളിപ്പെടുത്തൽ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസുകാരായ BLAയെ കൂടി കൂട്ടി SIR ജോലി ചെയ്താൽ CPMുകാർ തടയുമെന്നും പ്രശ്നമുണ്ടാക്കുമെന്നും അനീസ് ജോർജ് ഭയപ്പെട്ടിരുന്നുവെന്ന വിവരമുണ്ട്. കോൺഗ്രസിന്റെ BLA വൈശാഖിനെ കൂടെ കൊണ്ടുപോകരുതെന്നാവശ്യപ്പെട്ട് ഭീഷണിയുള്ളതായി അനീസ് ജോർജ് പറയുന്ന ഫോൺ സംഭാഷണം കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. വൈശാഖ് കൂടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണെന്നും അവർ തടയുമെന്നും അനീഷ് പറയുന്നുണ്ട്. പിന്നെ നിൽക്കാൻ കഴിയില്ലെന്നും അവരുടെ ഏരിയയല്ലേ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ശബ്ദ സംഭാഷണങ്ങളിൽ ഇത് വ്യക്തമായി കേൾക്കാം. എന്നാൽ കോൺഗ്രസ് BLA ആണ് അനീഷിനെ ഭീഷണിപ്പെടുത്തിയതെന്നാണ് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ആരോപിച്ചത്. കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് പറഞ്ഞ് അനീഷിനെ കോൺഗ്രസ് BLA ഭീഷണിപ്പെടുത്തുന്നത് കോൺഗ്രസ് പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നും രാഗേഷ് പറയുന്നു. എന്തായാലും ഇതിൽ ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്. രാഷ്ട്രീയക്കാരുടെ ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും നടുവിലാണ് BLOമാർക്ക് ജോലി ചെയ്യേണ്ടി വരുന്നത് എന്ന നഗ്നമായ യാഥാർത്ഥ്യമാണ് ഈ പഴിചാരലുകൾ തുറന്നുകാട്ടുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിലെയും ഒഴിവാക്കുന്നതിലെയും സംശയങ്ങൾ കാരണം ആളുകൾ BLOമാരുടെ വ്യക്തിപരമായ മൊബൈൽ നമ്പറുകളിലേക്ക് നിരന്തരം വിളിച്ചു ശല്യപ്പെടുത്തുന്നതാണ് മറ്റൊരു പ്രശ്നം. പലരുടെയും കുടുംബജീവിതം പോലും താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് ഇത് മാറുന്നുണ്ടെന്ന് പരാതികൾ വന്നു കഴിഞ്ഞു. ചിലർ ചീത്ത വിളിക്കുക പോലും ചെയ്യുമത്രേ. 10 ദിവസമായി ഉറങ്ങിയിട്ടില്ല, ഊണില്ല, മനസമാധാനം തീരെയില്ല എന്ന് ഒരു BLO വേദനയോടെ പറയുന്നുണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ. ഈ കാഠിന്യങ്ങൾക്കിടയിലാണ് മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത മാനസിക സമ്മർദ്ദം. സമയപരിധിക്കുള്ളിൽ എണ്ണം തികയ്ക്കുന്നതിൽ മാത്രമാണ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നത്. രാജസ്ഥാനിൽ ആത്മഹത്യ ചെയ്ത അധ്യാപകന്റെ ആത്മഹത്യാ കുറിപ്പിൽ സൂപ്പർവൈസർ സമ്മർദ്ദം ചെലുത്തുന്നതിനെക്കുറിച്ചും സസ്പെൻഷൻ ഭീഷണിയെക്കുറിച്ചും തുറന്നെഴുതിയിരുന്നു. ഗുണനിലവാരത്തേക്കാൾ വേഗതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഈ സമീപനം ജീവനക്കാരുടെ ജീവന് വില കൽപ്പിക്കാത്തതാണ്. രണ്ടാം ഘട്ടത്തിൽ ഡിസംബർ 4 വരെ ഫോമുകൾ തിരിച്ചു വാങ്ങാൻ സമയമുണ്ട് എന്നിരിക്കെ അതിലും നേരത്തെ നടപടികൾ പൂർത്തിയാക്കണമെന്ന് കലക്ടർമാർ നിർദ്ദേശം നൽകുന്നത് BLOമാരെ കടുത്ത മാനസിക സംഘർഷത്തിലേക്കാണ് തള്ളിവിടുന്നത്. ഈ മാസം 26-നകം എന്യൂമറേഷൻ ഫോം ആപ്പിൽ അപ്ലോഡ് ചെയ്യണമെന്ന മലപ്പുറം കലക്ടറുടെ ഉത്തരവ് ഇതിനുദാഹരണമാണ്. 26-ന് മുമ്പായി ഫോം സ്വീകരിച്ച് ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കണമെന്നാണ് നിർദ്ദേശം. ഫോം വിതരണം ചെയ്ത് പൂരിപ്പിച്ച് വാങ്ങി എൻട്രി ചെയ്യുന്നതിന് ഡിസംബർ 4 വരെ സമയമുണ്ടായിരിക്കെയാണ് കലക്ടറുടെ തിടുക്കപ്പെട്ട ഉത്തരവ് BLOമാർക്ക് ലഭിക്കുന്നത്. ഇത്തരം തിട്ടൂരങ്ങൾ BLOമാരുടെ ആത്മസംഘർഷം എത്രമാത്രം കൂട്ടുമെന്ന് പറയേണ്ടതില്ലല്ലോ. SIRന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോമുകളുടെ അവ്യക്തതയും ആശയക്കുഴപ്പങ്ങളും ഇപ്പോഴും തീർന്നിട്ടില്ല. വളരെ സിമ്പിളായി തയ്യാറാക്കാമായിരുന്ന ഒരു ഫോമിൽ പരമാവധി ആശയക്കുഴപ്പങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ BLOമാർക്ക് പോലും ലഭിച്ചിട്ടില്ല. ഫീൽഡിൽ ഇറങ്ങിക്കഴിയുമ്പോൾ ജനങ്ങളിൽ നിന്ന് കേൾക്കുന്ന 100 കൂട്ടം സംശയങ്ങൾക്ക് മുന്നിൽ ഉത്തരം കിട്ടാതെ വിയർക്കേണ്ടി വരുന്നതും ഈ BLOമാരാണ്. കേരളത്തിൽ SIR നടപടിക്രമങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുത്ത സമയമാണ് അതിലേറെ രസകരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ബൃഹത്തായ പ്രക്രിയകൾ സംസ്ഥാനത്ത് നടക്കുമ്പോൾ തന്നെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണം കൂടി അടിച്ചേൽപ്പിച്ചത് സംസ്ഥാനത്തെ ആകെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയും വരെ SIR നടപടികളൊന്ന് നിർത്തിവെക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം മുഖവിലക്കെടുക്കാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിൽ കേരള സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. തികച്ചും ഏകപക്ഷീയമായും ഏകാധിപത്യപരമായും SIR പ്രഖ്യാപിച്ച കമ്മീഷന്റെ നടപടി ജനാധിപത്യ സംവിധാനത്തിന്റെ ഔചിത്യത്തെ പോലും ചോദ്യം ചെയ്യുന്നതാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. മുസ്ലിം ലീഗ്, CPM തുടങ്ങിയ പാർട്ടികളും ഇതേ കാര്യം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സുപ്രീം കോടതി എന്ത് തീരുമാനമെടുക്കുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം. ജനാധിപത്യം വിജയിക്കേണ്ടത് അതിൻ്റെ നടത്തിപ്പുകാരായ ഉദ്യോഗസ്ഥരുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ടാവരുത്. നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി SIR നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കണം. സമഗ്രമായ ഒരു പുനരവലോകനം നടത്തിവേണം തുടർ നടപടികൾ ആലോചിക്കാൻ.
ഒരു BLOക്ക് കൈകാര്യം ചെയ്യേണ്ട വോട്ടർമാരുടെ എണ്ണം ശാസ്ത്രീയമായി കുറയ്ക്കുക, രാഷ്ട്രീയ സമ്മർദ്ദം, മേലുദ്യോഗസ്ഥരുടെ ഭീഷണി എന്നിവ തെളിഞ്ഞാൽ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കുക, ജോലി സമ്മർദ്ദം അനുഭവിക്കുന്ന BLOമാർക്ക് മാനസികാരോഗ്യ കൗൺസിലിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക, എന്യൂമറേഷൻ ഫോമുകൾ ലളിതവും വ്യക്തവുമാക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ കമ്മീഷൻ ഇടപെട്ടേ മതിയാകൂ. BLOമാർ വെറും റോബോട്ടുകളല്ല, അവരും മനുഷ്യരാണ്. അവർക്ക് കുടുംബങ്ങളുണ്ട്, സ്വന്തം ജോലിയുണ്ട്, മാനസിക സമ്മർദ്ദങ്ങൾ വേണ്ടത്രയുണ്ട്. വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കാൻ ലക്ഷ്യമിടുന്ന കമ്മീഷൻ പാവം BLOമാരെ അതിന് കുരുതി കൊടുക്കരുത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസാക്ഷിയുള്ള തീരുമാനമെടുക്കേണ്ട നിർണായക സമയമാണിത്. അത്തരമൊരു ഇടപെടൽ ഉടനുണ്ടായില്ലെങ്കിൽ ഇനിയും വിലപ്പെട്ട ജീവനുകൾ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അതിനിട നൽകാതെ കമ്മീഷൻ ഉണർന്നു പ്രവർത്തിക്കണം. അങ്ങനെ ജനാധിപത്യം വിജയിക്കട്ടെ. അടിവര ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം. നന്ദി. Way2Nikah.com, the exclusive Muslim matrimonial site.